നമസ്കാരം. മറുനാടൻ മലയാളിയുടെ പ്രത്യേക വാർത്താ സംപ്രേഷണത്തിലേക്ക് പ്രേക്ഷക സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം തങ്ങിയ വെൺമണിയിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഞങ്ങൾ ഇന്ന് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. വളരെ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ വെൺമണിയിലുള്ളത്. ഇവരൊക്കെ ഈ ഒരു ക്യാമ്പിൽ വളരെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഈ ഒരു ക്ലാസ് റൂമിന് അകത്ത് വരെ, താഴത്തെ നിലയിലെ ക്ലാസ് റൂമിനകത്ത് വരെ വെള്ളമുണ്ട്. അതുകൊണ്ട് രണ്ടാം നിലയിലും ഒന്നാം നിലയിലും ഒക്കെ ആയിട്ടാണ് ആളുകൾ താമസിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇവിടെ കുത്തൊഴുക്കാണ് റോഡുകളിലൊക്കെ. അതുകൊണ്ട് ഇവർക്കൊന്നും പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ടെലിഫോൺ സംവിധാനങ്ങളൊക്കെ തന്നെ അവതാളത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിരവധി ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഈ ഐഡിയ, അതുപോലെ തന്നെ എയർടെൽ, വോഡാഫോൺ, ജിയോ അങ്ങനെയുള്ള നെറ്റ്വർക്കുകൾക്കൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ റേഞ്ച് ഇല്ല. ആകെ ഉള്ളത് BSNL മാത്രമാണ്. BSNL മൊബൈൽ ഉള്ളവർക്ക് മാത്രമാണ് പുറലോകമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നത്. അതും ഈ ചെങ്ങന്നൂർ പരിസര പ്രദേശങ്ങളിലുള്ള BSNL നമ്പറുകളിലേക്ക് മാത്രമേ ഈ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നുള്ളൂ. മറ്റ് നെറ്റ്വർക്കുകൾക്ക് എല്ലാം തന്നെ ഇപ്പോൾ അവതാളത്തിലാണ്. രാവിലെ തന്നെ ഇവിടെ നമുക്ക് കാഴ്ചകളിൽ കാണാം, പലരും പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഈ ഒരു ഒഴുക്ക് വെള്ളത്തിൽ തന്നെയാണ്. ഇവിടെ പലരും തുണി കഴുകുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ ഈ ഒരു അഴുക്ക് വെള്ളത്തിൽ തന്നെയാണ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ട്. അതിനാൽ ഗവൺമെൻറ് എത്രയും വേഗം ആരോഗ്യ വിഭാഗം എത്രയും വേഗം തന്നെ ഇത്തരം ക്യാമ്പുകളിലെത്തി ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ അരി, അതുപോലെ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണത്തിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർ നേരിടുന്ന വിഷയം വസ്ത്രം ആണ്. വസ്ത്രം, അതുപോലെ സാനിറ്ററി നാപ്കിൻ, അങ്ങനെ അത്യാവശ്യ സാധനങ്ങൾക്ക് മാത്രമാണ് ഇവർ ഈ ഒരു ദുരിതം നേരിടുന്നത്. ഇവർക്ക് ആവശ്യം അതാണ്. ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. അതുപോലെ കുടിവെള്ളവുമാണ് മറ്റൊരു വിഷയം. കുടിവെള്ളത്തിന് വലിയ ക്ഷാമം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ആഹാരവുമായി എത്തിയ ഈ ഒരു ബോട്ടിൽ നിന്നുള്ള വെള്ളവും മറ്റുമാണ് ഇന്നലത്തെ ആവശ്യങ്ങൾക്ക് ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ കുടിവെള്ളത്തിന് വളരെ അധികം വിഷമം നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ അരി, അതുപോലെ പച്ചക്കറി അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ തന്നെ ആവശ്യത്തിനുണ്ട്. പക്ഷേ ഈ പുറത്തു നിന്നുള്ള സംഘടനകളൊന്നും ഇവിടേക്ക് ആഹാര സാധനങ്ങൾ എത്തിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കാരണം ഇവിടേക്ക് എത്താനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതാണ്. കാരണം റോഡുകളിൽ വലിയ കുത്തൊഴുക്ക് തന്നെയാണ്. അതിനാൽ വളരെയേറെ ശ്രമകരമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയത്. ഇപ്പോൾ വെൺമണിയിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിലാണ് ഞാൻ എത്തിയത്. കഴിഞ്ഞ ദിവസം തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിനെ തുടർന്നിട്ടാണ് ഇത് നാട്ടുകാരായ ആൾക്കാരും അതുപോലെ തന്നെ പൂന്തുറയിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികളായ ചേട്ടന്മാരുടെ ഒപ്പമാണ് ഞാനുള്ളത്. ഈ റോഡിൽ ഇതുവരെ വെള്ളത്തിന് നേരിയ കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെയും ഒഴുക്കിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ വളരെയധികം ദുരിതമാണ് ഇവർ അനുഭവിക്കുന്നത്. ഈ ഒരു തീർച്ചയായിട്ടും ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കോ അല്ലെങ്കിൽ വെള്ളത്തിന് കുറവോ സംഭവിച്ചിട്ടില്ല. നേരിയ കുറവ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. രാവിലെ കനത്ത മഴ പെയ്തിരുന്നു. എങ്കിലും പക്ഷേ വെള്ളം നേരിയ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പോകുന്ന വഴിയിൽ എന്തായിരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വെൺമണി മാത്രമല്ല, പാണ്ടനാടാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്ന. അവിടേക്ക് ഇവർക്കാർക്കും എത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വിവരം കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഞങ്ങൾ കഴിയുമെങ്കിൽ അത്തരം ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ കൂടി സന്ദർശിക്കാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ അവിടേക്കും സന്ദർശനം നടത്തുന്നതാണ്. പാണ്ടനാട് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ വിഷമിക്കുന്നത്. അവിടെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടപ്പുണ്ട്. അവിടെയാണ് നിരവധി മരണവും നടന്നിട്ടുള്ളത്. പലർക്കും അവിടെ വ്യോമസേനയുടെ ആ ഒരു സൗകര്യം അവിടെ ലഭ്യമാകുന്നില്ല എന്നുള്ളത് ആരോപണമുണ്ട്. വിളിച്ചാൽ കിട്ടുന്നില്ല, ലൊക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള തരത്തിലാണ് പ്രധാനമായിട്ടുള്ള വിഷയം. ഈ ചെങ്ങന്നൂരിൽ നെറ്റ്വർക്കുകൾ ഇല്ല എന്നുള്ളതാണ്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണം. ഈ സ്വകാര്യ നെറ്റ്വർക്കുകളുടെ എല്ലാം കവറേജ് ഇപ്പോൾ ലഭ്യമല്ല. എത്രയും വേഗം തന്നെ സർക്കാർ ഇടപെട്ട് ഈ കമ്പനികളുടെ എല്ലാം നെറ്റ്വർക്കുകളും പ്രവർത്തന സജ്ജമാക്കാനുള്ള
അടിയന്തര ഇടപെടലാണ് ഈ ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതിനാലാണ് പുറംലോകമായിട്ട് ഇവർക്ക് ബന്ധപ്പെടാൻ കഴിയാത്തത്. അതുപോലെ തന്നെ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കാൻ കഴിയാത്തതിൻ്റെയും കാരണം അതുതന്നെയാണ്. അതാണ് എങ്ങനെയെങ്കിലും കിട്ടുന്ന അവസരത്തിലാണ് ഇവരൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെയുള്ള ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള മെസ്സേജുകൾ അയക്കുന്നത്. 3-4 ദിവസമായി ആഹാരം പോലും കിട്ടാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവർക്കൊക്കെ ഭക്ഷണം പോലും കിട്ടുന്നില്ല. പിന്നെ ഗുരുതരമായ ഒരു ആരോപണം ഉള്ളത് രക്ഷാപ്രവർത്തകർ പറയുന്നതനുസരിച്ചും സർക്കാർ അറിയിച്ചതനുസരിച്ചും ആളുകളൊന്നും തന്നെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായ കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇവരൊക്കെ വെള്ളം ഇന്നിറങ്ങും, ഒറ്റ ദിവസം കൊണ്ട് വെള്ളം ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിപ്പോകും എന്നുള്ള തരത്തിൽ അവർ വിശ്വസിച്ച് വീടുകളിൽ ഇരുന്നത് വലിയ ആപത്തുകൾ നേരിടാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള തെളിയിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഭക്ഷണം പോലും കിട്ടാതെ, കുടിവെള്ളം പോലും കിട്ടാതെ ഇവരൊക്കെ വലയുകയാണ്. എന്തായാലും ഈ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അത് അവഗണിച്ചാണ് വീടുകളിൽ ഇവർ ഇരുന്നത്. കാരണം വീട് വിട്ട് പോകാനും അതുപോലെ തന്നെ ക്യാമ്പുകളിൽ താമസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, അവർക്ക് അവിടെ ക്യാമ്പുകളിൽ താമസിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതുപോലെ രക്ഷാപ്രവർത്തകർ രക്ഷിക്കാൻ ചെന്നപ്പോൾ അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകളും അവർ പറയുകയുണ്ടായി എന്നുള്ള ഒരു ആരോപണവും ഈ രക്ഷാപ്രവർത്തകർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികളാണ്. തീർച്ചയായും കടലമ്മയുടെ മക്കൾ തന്നെയാണ് ഇവിടെ താരം. ഇവരാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. നാട്ടുകാരും ഇവർക്കൊപ്പം, നാട്ടുകാരിൽ നല്ല ചെറുപ്പക്കാരായ യുവാക്കളും വിവിധ സംഘടനകളിൽപ്പെട്ടവരും ഒക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ചേരുന്നുണ്ട്. കേന്ദ്ര സേനയും ഉണ്ട്, അതുപോലെ തന്നെ കേരള പോലീസും ഫയർഫോഴ്സും അതുപോലെ സർക്കാരിൻ്റെ വിവിധ ഏജൻസികളും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാകുന്നുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളായ സഹോദരന്മാരെ തന്നെയാണ്. കാരണം ശക്തമായ കടൽക്ഷോഭത്തെയും പേമാരിയെ അതിജീവിച്ച് അവർ ഈ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരാണ്. 20-ലധികം വർഷം ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ആ ഒരു പരിചയമുണ്ട്. അതിനാൽ ഏത് കുത്തൊഴുക്കും ഏത് മലവെള്ളപ്പാച്ചിലും ഇവർക്ക് കടന്ന് മുന്നേക്ക് ഈ വള്ളവും ബോട്ടും ഒക്കെ കൊണ്ടുപോകാൻ കഴിയും. അതിനാൽ തന്നെ ഇവർ തന്നെയാണ് യഥാർത്ഥ രക്ഷകർ, ഇവർ തന്നെയാണ് യഥാർത്ഥ ഹീറോകൾ. ഇവരാണ് നമ്മുടെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത് തന്നെ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. കാരണം ലക്ഷങ്ങൾ വിലയുള്ള ബോട്ടുകൾ, ഫൈബർ ബോട്ടുകളുമൊക്കെ ആയിട്ടാണ്, ഫൈബർ ബോട്ടുകളും അതുപോലെ തന്നെ ഇവരുടെ എഞ്ചിനുകളും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഇട റോഡുകളിൽ കൂടിയുള്ള ഈ യാത്ര, ഈ വലിയ ഈ കാണുന്ന വള്ളം ഞാൻ കാണിച്ചു തരാം. ഈ വള്ളമൊക്കെ ഈ ഇട റോഡുകളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്, ഒരിക്കലും പുഴയിലൂടെയോ നദിയിലൂടെയോ ഒന്നുമല്ല. അപ്പോൾ അതിനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും പാറക്കല്ലുകളും മറ്റും ഉണ്ട്. അപ്പോൾ ഈ കല്ലുകളിലൊക്കെ തട്ടുന്നു. അതുപോലെ തന്നെ നിയന്ത്രണം വിട്ട് ശക്തമായ ഒഴുക്കിൽ ഭിത്തികളിൽ തട്ടുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ കാണാം. ഈ വള്ളം തട്ടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ കുത്തൊഴുക്കിൽപ്പെട്ട് വള്ളം ഒരു ഈ പോസ്റ്റിൽ ഇടിച്ച് തകരാറ് സംഭവിച്ചതാണ്. തീർച്ചയായിട്ടും അടിഭാഗത്തും അതുപോലെ തന്നെ പൊട്ടലുണ്ടായിട്ടുണ്ട്, ചെറുതായി വെള്ളം കയറുന്നുണ്ട് എന്നും ഇവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ ഒരു ദുരിത കാഴ്ച തന്നെയാണ്. പല വള്ളങ്ങളുടെയും അടിഭാഗം റോഡുകളിലെ കല്ലുകളിൽ തട്ടി പൊട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ നമുക്ക് നൽകിയിട്ടുണ്ട്. പലരും അത്തരം വള്ളങ്ങളുമായി തിരിച്ചു പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനും സർക്കാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും. നാട്ടുകാരും അതുപോലെ തന്നെ ഇവരുടെ രക്ഷാപ്രവർത്തനത്തിൽ ഏറെ സംതൃപ്തരാണ്. അവരൊക്കെ പറയുന്നത് നിങ്ങളുടെ വള്ളങ്ങൾക്ക് എന്ത് കേട് സംഭവിച്ചാലും ഞങ്ങൾ ഈ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തുക ഞങ്ങൾ വീട്ടിലെത്തിച്ചു തരും, ഈ വള്ളം നന്നാക്കി കൊടുക്കും എന്നുള്ള വാഗ്ദാനങ്ങളും ഈ ഒരു നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. കാരണം രക്ഷപ്പെട്ട് എത്തിയവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയും നിങ്ങളുടെ നഷ്ടം ഞങ്ങൾ നികത്തിത്തരും എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പ്രതികരിച്ചത്.
ഇപ്പോൾ വെൺമണിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വെൺമണി ഭാഗം മുഴുവനും മുങ്ങിക്കിടക്കുകയാണ്. എല്ലാ വീടുകളും പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ്. എങ്കിലും 2 നിലകളുള്ള വീടുകളുടെ മുകൾ ഭാഗത്ത് നിരവധി ആൾക്കാർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെൺമണി പോലീസ് സ്റ്റേഷന് അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു കോൾ വന്നിട്ടുണ്ട്. അവിടെ ഒരു പാസ്റ്റർ ഉൾപ്പെടെയുള്ള കുടുംബം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഒഴുക്ക് നോക്കിയിട്ട് അവരെ ഈ ഒരു ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ട്. ആരാണ് ഈ ബോട്ടിൽ കയറ്റിയത് എന്ന് തീർച്ചയായിട്ടും ഈ ഒരു ദുരിത കാഴ്ച നേരിട്ട് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. അത് നേരിൽ കണ്ട് ഇവരനുഭവിക്കുന്ന ദുരിതം നമ്മൾ ടി വിയിലൂടെയും പത്രങ്ങളിലൂടെയും കാണുന്ന വിവരങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ നേർക്കാഴ്ചകൾ കൂടി നിങ്ങളെ കാണിക്കണം എന്ന് കരുതി തന്നെയാണ് ഞാനിവിടെ ഈ ഒരു ബോട്ടിനുള്ളിൽ കയറിയത്. അതും കേന്ദ്രസേനയുടെ പ്രത്യേക അനുമതിയോട് കൂടി തന്നെയാണ് ഞാനിവിടെ കയറിയിരിക്കുന്നത്. അതിൽ നിങ്ങൾ വിമർശിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല തീർച്ചയായിട്ടും. എങ്കിലും പക്ഷേ ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്, വളരെ പരിതാപകരമാണ് ഇവിടെ ഉള്ളവരുടെ അവസ്ഥ. ഈ ഒരു ഭാഗത്ത് മറ്റൊരു ക്യാമ്പ് കൂടിയുണ്ട്. ആ ക്യാമ്പിൽ ഇത് ഭക്ഷണങ്ങളും മറ്റും എത്തുന്നില്ല എന്നുള്ളൊരു ആരോപണവും വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വെൺമണി മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. നിങ്ങൾക്ക് കാണാം, ഇത് ഒരിക്കലും ഒരു തോടോ ആറോ ഒന്നുമല്ല. ഇത് ഒരു റോഡാണ്, മെയിൻ റോഡാണ്. വെൺമണി ജംഗ്ഷനിലേക്ക് പോകുന്ന മെയിൻ റോഡാണിത്. അതായത് ചെങ്ങന്നൂരിൽ നിന്നും വരുന്ന റോഡാണിത് വെൺമണി ഭാഗത്തേക്ക്. ഈ റോഡിൽ കൂടി ഈ വെള്ളം ഒഴുകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ ശ്രമകരമായിട്ടാണ് ഈ ഒരു ക്യാമ്പിൽ നിന്നും ഈ ഒരു ബോട്ട് പുറത്തേക്ക് ഇറക്കാൻ അവർ ശ്രമിക്കുന്നത്. ശക്തമായ ഒഴുക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിനായി പോവുകയാണ്. ഒരു വീട്ടിലൊരു കുടുംബം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നൽകുന്നത്. തീർച്ചയായിട്ടും മലയാളികൾ, നമ്മുടെ കേരള സമൂഹം തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളോട് ഒപ്പം തന്നെ നിൽക്കണം. അവരാണ് നമ്മളോട് ഒപ്പം നിൽക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ മത്സ്യത്തൊഴിലാളികൾ, എടുത്തു പറയേണ്ടത് പൂന്തുറ, വിഴിഞ്ഞം ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു ബോട്ട് പൂന്തുറ സ്വദേശിയുടേതാണ്. ഇവരുടെ ഒപ്പം 4 പേരാണ് അടങ്ങുന്ന ടീമുണ്ട്. അവിടെ നിന്നും 100 കണക്കിന് ഫൈബർ ബോട്ടുകളും 500-ലധികം തൊഴിലാളികളും എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ബോട്ട് ഡ്രൈവർമാരാണ്. ഈ കുത്തൊഴുക്കിനെ അതിജീവിക്കാൻ അവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഓഖി ദുരന്തം കഴിഞ്ഞിട്ട് അത് അതിജീവിച്ചെത്തിയ തൊഴിലാളികളാണ് ഇവർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ കുത്തൊഴുക്കിൽ ആർമിയെ കഴിഞ്ഞാൽ പിന്നെയും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആർമിയെക്കാളിലും എക്സ്പീരിയൻസ് ഇവർക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം കുത്തൊഴുക്കിൽ കൂടി ബോട്ടും മറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം കടലിന്റെ ക്ഷോഭം എത്രത്തോളം ഉണ്ട് എന്ന്. ആ കടൽക്ഷോഭത്തെയൊക്കെ അതിജീവിച്ച് മത്സ്യബന്ധനം നടത്തുന്ന ഈ മത്സ്യത്തൊഴിലാളി സഹോദരന്മാരാണ് തീർച്ചയായിട്ടും ഇവർ ഹീറോ. അതെ, ഞാനിപ്പോൾ വെൺമണി ഭാഗത്ത് നിന്നും യാത്ര തിരിക്കുകയാണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്നത് വെൺമണിയിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ നിരവധി ആൾക്കാരാണ് ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏകദേശം 300-ലധികം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് ഉടുതുണി മാറുവാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് യാതൊരു കുഴപ്പങ്ങളുമില്ല. അതുപോലെ സന്നദ്ധ സംഘടനകൾ എത്തിക്കുന്ന സാധന സാമഗ്രികൾ ഇവിടെ എത്തുന്നില്ല. ഇന്നലെ മാത്രമാണ് ഞാൻ വന്ന ഈ ഒരു ബോട്ടിൽ ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളെ കാണാം. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ വെൺമണി, ഇവിടെയാണ് ഇപ്പോൾ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഇവിടുത്തെ ഒരു റീന കോശി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചേച്ചിയാണ് ഇവർക്ക് ഭക്ഷണങ്ങളൊക്കെ നൽകുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ ആറാണെന്നേ തോന്നുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്. ഈ റോഡിൽ കല്ലോ മറ്റു സാധനങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തട്ടിത്തടഞ്ഞ് അപകടമുണ്ടാകാം.
കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ വലിയ കുത്തൊഴുക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ക്ഷമിക്കണം, ആർമിയെക്കാളും എന്ന് പറഞ്ഞ് പട്ടാളക്കാരെ അപമാനിച്ചതല്ല, തീർച്ചയായിട്ടും അവരെക്കാളും കൂടുതൽ ഈ വെള്ളത്തോട് മല്ലിടുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ആർമിയെ അപമാനിച്ച് സംസാരിച്ചതല്ല. അവരാണ് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തകർ. അത് വളരെ സത്യമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ വെള്ളവുമായിട്ട് ഈ ഒരു മല്ലിടുന്നത് ഇവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ മതിലിൻ്റെ പൊക്കത്തിൽ തന്നെ ഈ വെള്ളമുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്നത് ഈ മതിൽ കവിഞ്ഞ് ഉള്ള ഇതാണ്. തൊട്ട് പിന്നാലെയായിട്ട് ഒരു കുരിശടി കാണാം. സെൻറ്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക് ചർച്ചിൻ്റെ കുരിശടിയാണ്. കുരിശടിയും എല്ലാം വെള്ളത്തിലാണ്, നിങ്ങൾക്ക് കാഴ്ചകളിൽ കാണാം. അതുപോലെ തന്നെ പള്ളിയുണ്ട്, ആ പള്ളിയും അതുപോലെ തന്നെ വെള്ളത്തിൽ തന്നെയാണ്. അതിന് പിന്നിലായിട്ട് കാണുന്ന പള്ളി. ചെങ്ങന്നൂർ, ഇടനാട്, അതുപോലെ തന്നെ പുത്തൻകാവ് എന്നീ സ്ഥലങ്ങളിലുള്ളവർക്കൊന്നും ഇതുവരെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, ആ ഭാഗത്തുള്ളവരെയൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു സംഭവത്തിൽ നേരിട്ട് വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ബോട്ടുകളിൽ എത്തിപ്പെടാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും അത് എയർലിഫ്റ്റിംഗ് വഴി മാത്രമേ കഴിയുകയുള്ളൂ. എയർലിഫ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഇറങ്ങണം. നിങ്ങൾക്കറിയാം, ആർമി, ഇന്ത്യൻ എയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് സേനാംഗങ്ങളും ഒക്കെ ഈ ഒരു ഉദ്യമത്തിൽ എത്തുമ്പോൾ അവർക്ക് നമ്മുടെ നാട് അത്ര പരിചയമല്ല. അവർക്ക് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് GPS വഴി മാത്രമേ ട്രേസ് ചെയ്ത് ആ ഭാഗങ്ങളിൽ എത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ എനിക്ക് ബോട്ടുകളിൽ എത്തിപ്പെടുന്ന ആൾക്കാർക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതെനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവർക്ക് അവിടെ എത്താൻ കഴിയാത്തത് എന്നുള്ളത്. അത്ര നല്ല കുത്തൊഴുക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് എത്താൻ കഴിയാത്തത്. അവിടെ എത്തണമെന്ന് എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ഇന്നലെ തന്നെ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഞങ്ങളത് ക്യാമ്പിലേക്ക് പോയത്. ക്യാമ്പിലെത്തിയപ്പോഴത്തേക്കും നേരം ഇരുട്ടിയിരുന്നു. അതിനാലാണ് ഇന്നലെ അവിടെ ആ ഒരു രാത്രി ക്യാമ്പിൽ തങ്ങാൻ കഴിഞ്ഞത്. ആ ക്യാമ്പിൽ തങ്ങിയത് കൊണ്ട് അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്, എൻ്റെ കടമയാണ്. അതാണ് ഞാനിപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വിവരങ്ങൾ പുറത്ത് നൽകാനാണ് മാധ്യമപ്രവർത്തകർ ഈ ദുരന്ത മുഖങ്ങളിലൊക്കെ പ്രവർത്തന സജ്ജരാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ട്രോളാനും മറ്റും ഒരു വകയുണ്ടാക്കുന്നതല്ല. തീർച്ചയായിട്ടും ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി ജനങ്ങളിൽ എത്തിക്കുക, നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് ഇത്തരം ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോലെയുള്ള മറ്റ് മാധ്യമ പ്രവർത്തകർക്കൊക്കെ അവരുടെ കടമ ഇതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. നിങ്ങൾക്ക് വെൺമണി ജംഗ്ഷനിലെ കാഴ്ചയാണ്. ഇവിടെ നിരവധി കടകളുമൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. രാവിലെ കനത്ത മഴ പെയ്തിരുന്നു. മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനമൊക്കെ ഇരുണ്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, അന്തരീക്ഷമൊക്കെ ഇരുണ്ട് കിടക്കുകയാണ്. ഇത് വെൺമണിയാണ്, വെൺമണി ജംഗ്ഷനാണ്. അവസ്ഥ ഇതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ സമീപത്തെ ആളുകളൊക്കെ ഇവിടെയുണ്ട്. വെൺമണി കല്യത്ത് ജംഗ്ഷനാണ് ഇതെന്ന് ഈ സമീപവാസികൾ നമ്മളോട് പറയുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ 6 കുലം കുത്തി ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമീപവാസികളായ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇപ്പോൾ സഹായത്തിനെത്തിയിട്ടുണ്ട്. ഞങ്ങളെ ഈ ഒരു ബോട്ട് മുന്നോട്ട് പോകാൻ ശക്തമായ ഒഴുക്കാണ് മുമ്പിലുള്ളത്. അതുകൊണ്ട് വളരെ പതുക്കെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും മുന്നിൽ കാണുന്ന ശ്രീഭുവനേശ്വരി എന്ന് പറയുന്ന ദേവീ ക്ഷേത്രമാണ്. അതൊക്കെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്, കാണാം. തീർച്ചയായിട്ടും
ഇപ്പോൾ മുൻപിൽ വലിയ കുത്തൊഴുക്ക് തന്നെയാണ്. വളരെ ശ്രമകരമായിട്ട് തന്നെയാണ് ഞങ്ങളിത് ഇവിടെ നിന്ന് പുറപ്പെടാൻ നോക്കുന്നത്. മുന്നിൽ കാണാം എന്ന് തോന്നുന്നു, വലിയ കുത്തൊഴുക്ക് തന്നെയാണ്. അല്ല ഇവിടെ വേടാ, ഇവിടെ വേടാ. ഒരു ആള് മുന്നേക്ക് പോകാനായിട്ട് വളരെ പാടുപെടുന്നുണ്ട്. വെൺമണി കല്യത്ത് ജംഗ്ഷനാണിത്. ഈ ജംഗ്ഷനിലെ കാഴ്ചയാണ് നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നത്. ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മളെ സഹായിക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, കല്യത്ത് ജംഗ്ഷനാണ്, വെൺമണി കല്യത്ത് ജംഗ്ഷനാണിത്. വലിയ കുത്തൊഴുക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. റോഡിൽ കൂടി ഇത്രയും ശക്തിയായിട്ട് പുഴ ഒഴുകുന്ന കാഴ്ച ആളുകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരായുസ്സിൽ ആദ്യമായി കണ്ട ഞെട്ടലിലാണ് ഇത്ര ഒരു ദുരന്തത്തിൽപ്പെട്ട കാഴ്ച അവരെയൊക്കെ ഏറെ മാനസികമായി തളർത്തിയിരിക്കുകയാണ്. വീടും കുടുംബവും എല്ലാം ഈ ഒരു കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോകുന്ന കാഴ്ച നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ കഴിയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ബിൽഡിങ്ങുകളിൽ ചില ബിൽഡിങ്ങുകളിലൊക്കെ ആളുകളുണ്ട്, വളരെ പൊക്കത്തിലൊക്കെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ നിന്നാലുള്ള പ്രശ്നം ഇവർക്ക് വേണ്ട സമയത്ത് ആഹാരം കിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്, മഴയില്ല. മഴ രാവിലെ നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. ഇപ്പോൾ അല്പം തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല, പക്ഷേ ജലനിരപ്പ് അല്പം ഒരു 2 ഇഞ്ചോളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ പുഴ ഒഴുകിയിട്ട് കുട്ടനാട്ടിലേക്കാണ് പോകുന്നത്. കുട്ടനാട്ടിലാണ് ഇനിയിപ്പം ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വശം എനിക്കറിയില്ല, എങ്കിലും കുട്ടനാട്ടിലേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കുട്ടനാട് മുങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ബിൽഡിങ്ങുകളൊക്കെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരൊന്നും രക്ഷാപ്രവർത്തകർ വിളിച്ചിട്ട് പോലും വരാത്ത ആൾക്കാരാണ്. കുറേ ദിവസമായിട്ട് ഇവർ രക്ഷാപ്രവർത്തകർ വിളിച്ചിട്ട് പോലും എത്തുന്നില്ല. എന്നിട്ടും ഇവർ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുകയാണ് രക്ഷാപ്രവർത്തകർ എത്തുന്നില്ല എന്ന് എനിക്കിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഈ രക്ഷാപ്രവർത്തകർ പറയുന്നത് ഇവർ ദിവസങ്ങളോളം ഇവിടെയൊക്കെ കറങ്ങി ഇത്രയും വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ വെള്ളം പൊങ്ങും, നിങ്ങൾ എത്രയും വേഗം ഇറങ്ങൂ എന്ന് പറഞ്ഞിട്ടും അവർ പറഞ്ഞു ഇല്ല, ഞങ്ങളിവിടെ നിന്നോളാം, ഞങ്ങൾ സേഫാണ് എന്ന്. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് കാണുന്ന കാഴ്ചകൾ വീടിന് മുകളിൽ നിന്നും ഒരു കുപ്പി വെള്ളം തരുമോ, എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്നുള്ള നിലവിളികൾ മാത്രമാണ് ഇപ്പോൾ ചെങ്ങന്നൂരിലെ ഈ വെൺമണി എന്ന പ്രദേശത്ത് എനിക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് പാണ്ടനാട് ആണ് ഏറ്റവും കൂടുതൽ ദുരന്തമുണ്ടായിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് കാണാം, എൻ്റെ മുന്നിൽ കാണുന്ന പോലെ ഈ ഒരു വെള്ളം ഒഴുകുകയാണ്, ഈ വെള്ളപ്പാച്ചിലാണ് ഇവിടെ. അപ്പോൾ തിരിച്ചു വരിക, അങ്ങോട്ട് പോവുക വളരെ റിസ്ക്കാണ്, വലിയ ഒഴുക്കാണ്. ഈ ഫൈബർ ബോട്ട് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമീപവാസികളായ ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ ഇപ്പോൾ ഈ ഒരു ബോട്ട് പതുക്കെ കെട്ടി ഇറക്കാനുള്ള ഒരു ശ്രമമാണ്. അതെ, തീർച്ചയായിട്ടും ഇത് പുഴയല്ല, റോഡാണ്. ഈ റോഡ് നിങ്ങൾക്ക് ഈ കാഴ്ചകളിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പുഴ അല്ല, ഇത് റോഡാണ് എന്ന്. തീർച്ചയായിട്ടും വെൺമണി കല്യത്ത് ജംഗ്ഷനാണിത്. കുറച്ച് അപ്പുറം മാറിയിട്ടാണ് പോലീസ് സ്റ്റേഷനും മുങ്ങിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ വെള്ളത്തിൽ തന്നെയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് വരാൻ ഉള്ള സമയം ഒഴുക്കിൽപ്പെട്ടപ്പോൾ നമുക്ക് സഹായിക്കാനെത്തിയ പോലീസുകാരൻ പറഞ്ഞത്. SI ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ അവിടെ വെള്ളത്തിൽ തന്നെയാണ്. അവർ പോലും യാത്ര ചെയ്യുന്നത് നടന്ന്, അവരുടെ ജീപ്പ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിലും ഇന്നലെ ചാരിമൂടുള്ള കാർത്തികേയൻ എന്ന പോലീസുകാരൻ പറഞ്ഞത് 4 ദിവസമായിട്ട് അദ്ദേഹം ഇവിടെയുണ്ട് എന്നാണ്. രാവും പകലും അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, വീട്ടിലേക്ക് പോകാനും കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇത് കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ. അത് തീർച്ചയായിട്ടും എയർഫോഴ്സിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്നലെ എയർഫോഴ്സിൻ്റെ
PRO നമ്മളെ വിവരം അറിയിച്ചത് മൊത്തം 22 ഹെലികോപ്റ്ററോളം സജ്ജരാണ്. ഇതിൽ 12ഓളം എണ്ണം കേരളത്തിൽ ഇത് പരിശോധന നടത്തുകയാണ്, ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന്. അതുപോലെ 4 ഹെലികോപ്റ്ററുകൾ ചെങ്ങന്നൂരിലേക്ക് വിട്ടിരിക്കുന്നു എന്നുമാണ് എയർഫോഴ്സ് PRO ധന്യ നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇന്നത്തെ വിവരങ്ങൾ എനിക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം എൻ്റെ മറ്റൊരു ഫോണിൽ മറ്റൊരു സിമ്മാണ്, അതിലാണ് എൻ്റെ ഈ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറുകളും മറ്റും. അപ്പോൾ അതിലുള്ള വിവരങ്ങൾ എനിക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിന് ശേഷം ഞാൻ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാവും. എന്തായാലും ഇവിടെ മഴയ്ക്ക് ശമനമുണ്ട്. ഇപ്പോൾ കാണാം സൂര്യൻ അല്പം ഉദിച്ചിട്ടുണ്ട്, അല്പം സൂര്യൻ തെളിഞ്ഞു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എയർലിഫ്റ്റിംഗ് മാത്രമാണ് ഇങ്ങനെ ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് കാണാം, ഇത് കിഴക്ക് നിന്നും ഒഴുകി വരികയാണ്. ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വളരെ സാഹസികമായിട്ടാണ് ഈ ഒരു വളരെ ശ്രമകരമായിട്ടാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നും അവസ്ഥ വളരെ മോശം തന്നെയാണ്. അതെ, ഈ കുത്തൊഴുക്കിൽ നിന്നും പോസ്റ്റ് തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനത്തിനായി ഞങ്ങൾ ഇപ്പോൾ ഒരു ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ നോക്കൂ, ശക്തമായ റോഡിൽ കൂടിയാണ് ഈ പുഴ ഒഴുകുന്നത്. നിങ്ങളൊന്ന് നോക്കുക, റോഡിൽ കൂടിയാണ് ഇത് ഒഴുകുന്നത്. വെൺമണി കല്യത്ത് ജംഗ്ഷനാണ്. വളരെ ശക്തമായ കുത്തൊഴുക്ക് തന്നെയാണ്. ഇവിടെ തീർച്ചയായും വളരെ അല്ല, ഇവിടെ കുത്താനാ പറഞ്ഞത്, ഈ സൈഡിൽ കുത്താനാണ് പറഞ്ഞത്. ഇതുവരെ ഈ ഭാഗത്ത് എല്ലാവരും സേഫാണ്. പക്ഷെ എങ്കിലും വീടുകളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. എനിക്ക് പിന്നിൽ കാണാം ആളുകൾ ഈ വടം വെച്ചിട്ട് മെല്ലെ ഞങ്ങളെ ഇങ്ങോട്ട് ഒഴുക്കുകയാണ്. വളരെ വലിയ ഒഴുക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ മുന്നേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് കാണാം, ആ ക്ഷേത്രങ്ങളിലൊക്കെ പശുക്കളെയും മറ്റുമൊക്കെ സംരക്ഷിച്ചിരിക്കുകയാണ്. എവിടെയുള്ളതാണെന്നൊന്നും അറിയില്ല. ശ്രീഭുവനേശ്വരി ക്ഷേത്രമാണ്. ആ ക്ഷേത്രവും ഒക്കെ വെള്ളത്തിൽ തന്നെയാണ്. അവിടെ കുത്തണ്ടാ, കുത്ത് ചെറുതായിട്ട് കുത്തി വിട. വളരെ തീർച്ചയായിട്ടും വളരെ അപകടം പിടിച്ച സ്ഥലം തന്നെയാണ്. കാണാം, ഇപ്പുറത്ത് കുത്തിക്കോ. അടിപൊളി. വരുമ്പോ ആ മതിലേ കുത്തിയാൽ മതി. ഇപ്പുറത്ത് ചെറുതായിട്ട് കുത്തിക്കോ.
നീ ഇപ്പുറത്തെ സൈഡ് വെക്കും, ഞാൻ അപ്പുറത്തെ സൈഡ് വെക്കും. നീളമില്ലല്ലേ? നീളമില്ല. വളരെ ഭീകരമായ അവസ്ഥയാണ്. തീർച്ചയായിട്ടും പുറകിൽ നിന്ന് കുത്ത്, പുറകോട്ട് നിന്ന് കുത്ത്, അവിടെ അവിടെ കുത്ത്. വളരെ വലിയ കുത്തൊഴുക്കാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് റോഡാണ്. റോഡിൽ വളരെ അപകടം പിടിച്ച സ്ഥലമാണത്. തൊട്ടപ്പുറത്ത് വീടുകളിൽ വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച കാണാം. വീടുകളിലൊക്കെ ആളുകൾ ഉണ്ട്. ഇവിടെ ഇടിക്കുന്നു. അവിടെ ഇവിടെ ഇവിടെ മതില് 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 നിങ്ങൾക്ക് കാഴ്ചകളിൽ കാണാം. വീടുകളിലൊക്കെ വാഹനങ്ങളൊക്കെ വെള്ളം കയറിയ നിലയിലാണ്. ഈ കെട്ടിടങ്ങളുടെ മുകളിൽ പോലും ആളുകൾ നിൽക്കുന്നുണ്ട്. ഇവരൊന്നും ഈ രക്ഷാപ്രവർത്തകർ പറയുന്ന വാക്കുകൾ കേൾക്കാതെ വീടിന് മുകളിൽ തന്നെ കഴിയുകയാണ്. ഇവരൊക്കെ ഇവിടെ കഴിയുന്നത് കൊണ്ടുള്ള പ്രശ്നം, ഇവർക്ക് സമയത്ത് ആഹാരമൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വെൺമണി കല്യത്ത് ജംഗ്ഷനാണിത്. കല്യത്ത് ജംഗ്ഷനിലെ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ വെള്ള കുത്തൊഴുക്കും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പുറത്ത് കുത്ത് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഒഴുക്കിന് വളരെയധികം ശക്തി കൂടുകയാണ്. എനിക്ക് തോന്നുന്നു ഉരുൾപൊട്ടൽ ശക്തമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണെന്ന് തോന്നുന്നു. ഇത്രയും ശക്തമായ ഒഴുക്ക്. ഇന്നലെ രാത്രിയിൽ മഴ പെയ്തിരുന്നില്ല, എന്നിട്ടും ഇത്രയും ശക്തമായിട്ട് ഒഴുകുന്നതിന് കാരണം അപ്പോൾ തീർച്ചയായും ഉരുൾപൊട്ടൽ തന്നെയാണ്. ഇപ്പോൾ നേവിയുടെ ഹെലികോപ്റ്റർ ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്. അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിരിക്കാം. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ ഒരെണ്ണം പോകുന്നുണ്ട്. വെൺമണി ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വലിയ കുത്തൊഴുക്ക് തന്നെയാണ് ഇവിടെയുള്ളത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. വലിയ 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 കുത്തൊഴുക്ക് തന്നെയാണ്.
കല്യാത്ര ജംഗ്ഷനാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ബോട്ട് ഇവിടെ നിന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവിടെ നാട്ടുകാരൊക്കെ വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു കുത്തൊഴുക്കിൽ നിന്നും വളരെ പതുക്കെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഇന്നലെ വന്ന സ്ഥലത്ത് നല്ല ഒഴുക്ക് ഉണ്ടായിരുന്നു. അത് എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് ഇനി കണ്ടറിയണം. നമ്മുടെ ഒപ്പമുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെയും മികച്ച ഡ്രൈവർമാരാണ്, മികച്ച ബോട്ട് ഡ്രൈവർമാരാണ്. അതിനാൽ ഇവർ ഇത് നിയന്ത്രിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എങ്കിലും ശക്തി കൂടുതലാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ 2-3 സ്ഥലങ്ങളിൽ ബോട്ട് ചെന്ന് ഇടിക്കുകയുണ്ടായി. അപ്പോൾ എങ്ങനെ വളരെ പതുക്കെ പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇപ്പോൾ വെൺമണി കല്യാത്ര ജംഗ്ഷനിലാണ്. ഇതിൻ്റെ വടം ഞങ്ങൾ വലിച്ച് കിട്ടുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല. തീർച്ചയായിട്ടും ഇത് ഉത്ഭവസ്ഥാനത്ത് ഉരുൾപൊട്ടിയതാവാൻ സാധ്യതയുണ്ട്. വനപ്രദേശത്തിൽ, അതായത് ആറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഉരുൾപൊട്ടിയതാവാനുള്ള സാധ്യതയുണ്ട്. അതാവാം ഇത്രയും ശക്തമായ ഒഴുക്ക്. കാരണം മഴ അത്ര ഇവിടെ ശക്തമായില്ല. അപ്പോൾ ഉത്ഭവസ്ഥാനത്ത് ഉരുൾപൊട്ടിയതാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാം, വളരെ കുത്തി ഒഴുകുകയാണ്. ഇവിടെ നിലയില്ലാത്ത രീതിയിൽ തന്നെയാണ് ഒഴുകുന്നത്. ഈ മതിലിൻ്റെ അകത്തുകൂടി തന്നെയാണ് മതിലിൻ്റെ മുക്കാൽ ഭാഗത്തോളം മുങ്ങിയ നിലയിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വലിയ ഒഴുക്ക് തന്നെയാണ്. ഈ ഒഴുക്കൊഴുകി ആ വീടിനുള്ളിലേക്ക് കയറി പോകുന്ന കാഴ്ച കാണാം. ഈ വീടിൻ്റെ ടെറസുകളിലൊക്കെ ആളുകൾ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരൊക്കെ രക്ഷാപ്രവർത്തകർ പറയുന്ന വാക്കുകൾ കേൾക്കാതെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. മുന്നോട്ട് പോകാൻ കഴിയാതെ ഞങ്ങളിവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ വടം വലിച്ച് കയറ്റുകയാണ്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇവിടെ തടസ്സപ്പെട്ട് നിന്നപ്പോൾ നമ്മളെ സഹായിച്ച് വടം കെട്ടി ഇറക്കിയതാണ് ഈ ബോട്ടിനെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൂടുതൽ വിവരങ്ങളുമായി എത്തും. നന്ദി.